ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ആ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോൾ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഓരോ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചത് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ തിരുമ്മി യോജിപ്പിക്കണം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ആ ബീഫ് മാറ്റിയ ശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒരു 10 വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു 3 വിസിൽ വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ബാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഇനി അതിൻ്റെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള, 1 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി, 1 വലിയ പീസ് ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞു വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് ഇതരിഞ്ഞത് ഒന്ന് ചേർത്താതൊന്ന് മൂത്ത് വരണം. ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച സവാള അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട്. സവാള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചതച്ചത് ചേർത്തു. 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്തു. ഇനി ആ മസാലയെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫൊക്കെ വെന്ത് നന്നായി വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ആ ബീഫ് ബാക്കിയുള്ള വെള്ളത്തോടു കൂടി തന്നെ നമ്മുടെ ഈ മസാലയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ പതുക്കെ ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. അതിരിക്കും തോറും നല്ല ഡാർക്ക് കളറിലേക്ക് മാറും നമ്മുടെ ബീഫ്. ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, നല്ല മണവും രുചിയും ബീഫിന് കൂടുവാൻ വേണ്ടി ഈ ബീഫ് ഫ്രൈയിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ബീഫ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു മണവും കിട്ടും. ഇനി നന്നായിട്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അല്പം തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരുന്നു, എനിക്കിത് കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ രുചികരമായ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ബീഫ് കഴിക്കുന്നവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായമൊക്കെ അറിയിക്കണം.